ഇപ്പം നമുക്ക് ഇപ്പം അയൽക്കൂട്ടം തന്നെ ഉണ്ട്. ഒരു അയൽക്കൂട്ടം ഇല്ലാഞ്ഞ സമയത്ത് നമുക്ക് 1000 രൂപയുടെ കടമേ ഉണ്ടായിരുന്നുള്ളൂ. 5 അയൽക്കൂട്ടം ഉള്ളപ്പോൾ ഇപ്പോൾ 5000 രൂപയുടെ കടമായി ഇല്ലേ? കറക്റ്റല്ലേ? നമുക്കൊരു അയൽക്കൂട്ടം ഇല്ലാഞ്ഞൊരു കാലമുണ്ട്, 2010 കാലം. ആ കാലത്ത് നമുക്ക് ഈ അണ്ണാച്ചിമാരുടെ പലിശക്ക് നമ്മുടെ വീട്ടിൽ പണം വേണോ ഒരു അണ്ണാച്ചിയെ വരത്തുള്ളൂ. അപ്പം അവൻ ചിലപ്പോൾ തന്തക്കൊക്കെ വിളിച്ച് നമ്മളവരെ തന്തക്ക് വിളിച്ചാൽ മനസ്സിലാകത്തില്ല. കാര്യം തമിഴനായത് കാരണം. ഹിന്ദിക്കാരനെ മാർവാടിനെ നമ്മൾ വിളിക്കുമായിരുന്നു തന്തക്ക് മലയാളത്തിൽ. അത് അവന് മനസ്സിലാകത്തില്ല. അപ്പോൾ അവർക്കറിയാം കുഴിപ്പോയി അണ്ണാച്ചി വന്ന് ബഹളം ഉണ്ടാക്കും, അവൻ്റെ ഭാഷ നമുക്ക് മനസ്സിലാകത്തില്ല. നമ്മൾ തന്തക്ക് വിളിച്ചാൽ അവൻ കേൾക്കത്തുമില്ല. അപ്പോൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയായിരുന്നു. മാർവാടി ഹിന്ദിക്കാരൊക്കെ ആയിട്ട് പലിശ അഡ്ജസ്റ്റ്. അത് കഴിഞ്ഞപ്പോഴാണ് ഗവൺമെൻറ് അയൽക്കൂട്ടം നമ്മളെ രക്ഷിക്കാൻ വേണ്ടി അയൽക്കൂട്ടം തുടങ്ങിയത്. അയൽക്കൂട്ടം തുടങ്ങിയപ്പോൾ എന്താണ്, അമ്മായിയമ്മയുടെ പേരിൽ ലോണുണ്ട്, മരുമകളുടെ പേരിൽ ലോണുണ്ട്, മരുമകൻ്റെ പേരിൽ ലോണുണ്ട്. എവിടുന്നെല്ലാം ലോൺ കിട്ടാവോ അവിടുന്നെല്ലാം മേടിച്ച് നമ്മൾ ആഘോഷം നടത്തി. ഇപ്പോൾ നമ്മൾ എല്ലായിടത്തും കടമായി. ഇപ്പോൾ കർത്താവിനെ നമ്മൾ കർത്താവിനോട് നമ്മൾ ശണ്ട കുടിക്കൊണ്ട് നടക്കുകയാണ്. കർത്താവേ 2 കിഡ്നിക്ക് പകരം 4 കിഡ്നി വെച്ച് തന്നെങ്കിൽ നമുക്ക് കുറച്ച് 2 കൊടുത്ത്. ഇപ്പം ദൈവത്തിനായ പ്രശ്നം, ദൈവം 2 കിഡ്നിയല്ലേ നമുക്ക് വിൽക്കണമെങ്കിലും 2 ഉള്ളൂ. ഒരു 4 ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോൾ ഒന്നിനും ഒതുങ്ങണില്ല. മലയാളി ഒന്നിനും ഒതുങ്ങണില്ല. ഇനിയും പുതിയ സാഹചര്യങ്ങൾ വരികയാണെങ്കിൽ പുതിയ കടങ്ങൾ നമുക്കുണ്ടായിക്കൊണ്ടിരിക്കും. മനുഷ്യന്മാരുടെ ജീവിതം തന്നെ ഈ ജഡീയ വാസനകളെ ഇപ്പം ജഡീയ വാസന പലതിലുണ്ട്. കാറ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും, 3 കൊല്ലം കൂടുമ്പോൾ കാറ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ അവർ വീട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഓരോ സംഭവം അവർ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. കാര്യം ചേഞ്ച് ചെയ്തില്ലെങ്കിൽ ഇവർക്ക് ബോറടിക്കും. ജഡിക വാസനയുടെ ഒരു പ്രശ്നം അത് ബോറെന്നുള്ള സംഭവം തന്നെ ഭൗതിക ആസക്തിയുടെ അനുഭവ തരങ്ങളുടെ ഒരു വൊക്കാബുലറിയാണ് ബോറ്. അപ്പം ദൈവം എന്താ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ മനുഷ്യന്മാരുടെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇവൻ ഒന്നുകൊണ്ടും മുതലാകാത്തൊരു മുതലായിട്ട് വരും. ഇവൻ്റെ ഈ ബോറ് മാറ്റാൻ വേണ്ടി ഈശോ പറഞ്ഞു, ഞാനൊരു മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞാൻ തരുന്ന വെള്ളം കുടിച്ചാൽ നിങ്ങൾക്കൊരിക്കലും, അതിനാണ് പരിശുദ്ധാത്മാവെന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവ് ആ ഒരു സ്പേസിൽ കയറി വന്ന ആളാണ്. മനുഷ്യന്മാർക്ക് ബോറുണ്ടായിട്ട് ഒന്നിലും മുതലാകാതെ, ദൈവത്തെപ്പോലും മുതലാകാതെ ഭൗതിക ആനുകൂല്യം കൈപ്പറ്റാൻ വേണ്ടി ദൈവത്തെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത ഒരു ചൂഷണത്തിലേക്ക് മാറുന്ന കാരണം ഈ ആഗ്രഹത്തിൻ്റെ പേരിൽ ഈശോ ആഗ്രഹം അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് ഈശോ ഞാൻ തരുന്ന വെള്ളം കുടിക്കുന്നവർക്ക്, പരിശുദ്ധാത്മാവ് നൽകുന്നവർക്ക് ഒരിക്കലും ദാഹിക്കത്തില്ലെന്നാണ്. എന്നുവെച്ചാൽ ഉള്ളത് കൊണ്ട് അവർക്ക് നല്ല തൃപ്തി വരും. ഒരു സപ്പോസ് പറയും, ഉള്ളത് കൊണ്ടൊക്കെ തൃപ്തിപ്പെടുന്നവർക്ക് മാത്രമേ ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. 1 തിമോത്തിയോസ് 6:6 ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവന്, ഇത് പറഞ്ഞേ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയൊരു നേട്ടമാണ്. അപ്പോൾ ദൈവഭക്തി കൊണ്ട് നേട്ടം ആർക്കാണ്? ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവനെ. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാത്ത ആൾക്കാർക്ക് ദൈവഭക്തി കോട്ടമാണ്. അതാണ് വിഷയം വരുന്നത്. അപ്പോൾ എപ്പോഴും പ്രെയർ പോകേണ്ടത്, നിങ്ങൾക്ക് ആവശ്യമുള്ള സംഭവങ്ങൾ ദൈവം മാനിക്കുന്നുണ്ട്. ആവശ്യമുള്ള, ഇപ്പോൾ ഒറ്റ മുറി വീട്ടിൽ താമസിക്കുകയാണ്. ആദ്യം ഭർത്താവും ഭാര്യയുമായപ്പോൾ അവർക്ക് ഒരു ഗ്യാസ് വെച്ച് ഒരു കട്ടിലിട്ട് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലായിരുന്നു. അവിടെ 2 കുഞ്ഞുങ്ങളായി. കുഞ്ഞുങ്ങൾ വളർന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് 3 മുറിയുള്ള വീടും വരാന്തയും റീഡിങ് റൂം, പഠിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ പഠനമുറിയും എല്ലാം വേണം. അപ്പോൾ ആവശ്യത്തിന് കുഴപ്പമില്ല. അനാവശ്യത്തിനാണ് കുഴപ്പം വരുന്നത്. ആഡംബരമില്ലേ, ആഡംബരത്തിലേക്ക് വരുമ്പോൾ ആത്മാവ് മാറിപ്പോവും. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് നിങ്ങൾക്കിതൊക്കെ ആവശ്യമാണെന്ന്. ആവശ്യങ്ങളല്ലേ. ഇപ്പോൾ 6:33 എടുത്ത് മത്തായിയുടെ സുവിശേഷം, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അത് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നതിന് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് ചോദിക്കുന്നതനുസരിച്ച് മാത്രമല്ല. നമുക്ക് 2 തരത്തിൽ ദൈവത്തിൽ നിന്ന് അലോട്ട്മെൻ്റ് ഉണ്ട്. അനുഗ്രഹത്തിൻ്റെ അലോട്ട്മെൻറ്റ് 2 തരത്തിലാണ് നമുക്കുള്ളത്. 2 മാർഗ്ഗം നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഒന്ന്, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി നന്ദി ഹല്ലേലൂയ ഹല്ലേലൂയ. മത്തായി 7:7. മത്തായി 7:7. ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും. പറഞ്ഞേ, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും. ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും. അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും. അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും. മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. ഇപ്പം കേവലമായ പ്രാർത്ഥനയെക്കുറിച്ചാണ് പറയണത്. നമുക്ക് ലഭിക്കുന്നതിൻ്റെ ഒരു മാർഗം ദൈവത്തോട് ചോദിക്കുകയാണ്. ലഭിക്കുന്നതിൻ്റെ 2ാമത്തെ മാർഗം എന്താണ്? നമ്മൾ നമ്മുടെ പൊസിഷൻസ് കറക്റ്റ് ചെയ്യും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ചോദിക്കാതെ തന്നെ
കിട്ടിക്കൊണ്ടേയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് 6:33 എന്താ പറയണത്? ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് പറഞ്ഞ്, ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നു. എന്റെ സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നു. നിങ്ങൾ ആദ്യം ദൈവരാജ്യവും അതിന്റെ നീതിയും അന്വേഷിക്കുക, ബാക്കിയുള്ളത് ചേർത്ത് നൽകപ്പെടും. അപ്പൊ ചേർത്ത് നൽകപ്പെടുന്ന ഒരു വിഷയമുണ്ട്. അതായത് നീ നടക്കേണ്ട വഴി നിന്റെ മുഖത്ത് നോക്കി ഞാൻ നിന്നെ ഉപദേശിക്കും. സങ്കീർത്തനം 32:8. സങ്കീർത്തനം 8 തിരുവചനം. ഞാൻ നിന്നെ ഉപദേശിക്കാം, നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം. ഇപ്പം എന്താ പ്രശ്നം? നമ്മളുടെ എല്ലാ A-Z കാര്യങ്ങളും ദൈവം ചാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ചാർട്ട് വഴി നിങ്ങളെ ദൈവത്തിൻ്റെ എക്സ്പെൻസിൽ തന്നെ നടത്തും. അപ്പം നമ്മുടെ കയ്യിൽ നിന്ന് എക്സ്പെൻഡിച്ചർ ഇല്ല, അത് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്നതാണ്. അതിനെന്ത് ചെയ്യണം? എന്താ ചെയ്യേണ്ടത്? ആദ്യം ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിൻ്റെ മനസ്സ്. ഓരോ വിഷയത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ മനസ്സുണ്ടാവും. ആദ്യം ദൈവത്തിൻ്റെ മനസ്സ്. ഈ വിഷയത്തിൽ ദൈവത്തിൻ്റെ മനസ്സെന്താണ്? അപ്പോൾ നിൻ്റെ മനസ്സല്ല, നിൻ്റെ വീട്ടുകാരുടെ മനസ്സല്ല. ഇവിടെയാണ് ഇടിവെട്ട് പ്രശ്നങ്ങൾ നടക്കുന്നത്. കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ പ്രോബ്ലംസ് നടക്കുന്നത് ഇവിടെയാണ്. കാരണം ദൈവത്തിൻ്റെ മനസ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ദൈവത്തിൻ്റെ മനസ്സ് അനുസരിച്ച് മാത്രം എന്നെ നടത്തണമെന്ന് എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവോ, നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും അത് നമ്മൾ മീൻ ചെയ്യുന്നില്ല. ഇപ്പോൾ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥനയില്ലേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് ഒരു ഭൂമിയിലുമാകണം. പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും മീൻ ചെയ്യണില്ല, നമ്മളത് ഉദ്ദേശിക്കണില്ല. അത് ദൈവത്തിനറിയാം. ചുമ്മാ പണ്ടൊരു പ്രാർത്ഥന പഠിച്ചു വെച്ചിരിക്കണ കാരണം കണാഗുണ അതിന് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ലാതെ ഈ ജീവികളാരും ഇത് ഉദ്ദേശിക്കണില്ല, ദൈവത്തിനറിയാം. അതുകൊണ്ടാണ് ദൈവം ആ ഫയൽ എടുക്കണില്ലല്ലോ. നമ്മൾ എത്ര 1000 സ്വർഗസ്ഥനായ പിതാവ് ചൊല്ലിയാലും ദൈവം ആ ഫയൽ എടുക്കത്തില്ല. കാര്യം ഇവർ ഉദ്ദേശിക്കേണ്ട ദൈവത്തിന് അറിയാം. പക്ഷെ വൺസ് നമ്മളിതിൻ്റെ ദൈവശാസ്ത്രം മനസ്സിലാക്കി, ദൈവത്തിൻ്റെ മനസ്സ് മനസ്സിലാക്കി, നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് ദൈവത്തിന് പറയാമോ? ദൈവമേ അങ്ങയുടെ മനസ്സ് തന്നെയാണ്. ഇപ്പോൾ ചില കൊച്ചുകൾ ഇങ്ങനെയോട് വെച്ചാൽ ഞങ്ങൾ അഫെയറിലായിട്ട് 2 കൊല്ലമായി, പക്ഷേ ഇപ്പോൾ കർത്താവിന് എനിക്ക് ശരിയായിട്ട് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇത് ദൈവം ഉദ്ദേശിക്കുന്നുണ്ടോ ഈ റിലേഷൻ. അച്ഛൻ പറഞ്ഞാൽ മതി. അച്ഛൻ അമ്മ പ്രത്യക്ഷപ്പെട്ട അൾത്താറ എന്നുകൊണ്ട് അച്ഛൻ മെസ്സേജ് എടുത്ത് പറഞ്ഞാൽ മതി. എന്ത് റിസ്ക് ആണെങ്കിലും ഞാൻ ദൈവത്തിൻ്റെ ഇഷ്ടം അനുസരിച്ച് പാലിക്കത്തുള്ളൂ എന്ന് പറയും. അതാണ് പ്രശ്നം. അതിന് ഇത്തിരി തൻ്റെ ഇടം വേണം ശരിക്കും. നിങ്ങൾ അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണം എന്നൊക്കെ പറയുമ്പോഴേ, അങ്ങയുടെ തിരുമനസ് നിറവേണമെന്ന് നിങ്ങൾ പറയുമ്പോഴേ, നിങ്ങൾ സെലക്ട് ചെയ്ത വിഷയം, വീട്, സ്ഥലം, ഇങ്ങനെയുള്ള എല്ലാം നിങ്ങൾ പറയണ പോലെ ദൈവം നിങ്ങളുടെ അടിമയായി നിന്നുകൊണ്ട് നിങ്ങൾക്ക് ചെയ്തു തരണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് പ്രെയറല്ല. അങ്ങനെ ഒരു പ്രെയർ ചെയ്യുന്ന ആളെയും ദൈവം അംഗീകരിക്കണില്ല. പിന്നെ എന്തെങ്കിലും കാണിച്ചു കൂട്ടിട്ട് പുറം വിചാരിക്കും. നിങ്ങൾ സത്യമായിട്ട് ദൈവത്തെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ സത്യത്തെയാണ് അന്വേഷിക്കേണ്ടത്. നിങ്ങളുടെ കയ്യിരിക്കണ എല്ലാ യാചനകളും അസത്യം ചേർന്നതാണ്. അതുകൊണ്ട് കർത്താവിനോട് പറയേണ്ടത്, കർത്താവേ ഞാൻ ഉദ്ദേശിക്കുന്നത്, ചിലപ്പോൾ കാനഡയിൽ പോയാൽ എനിക്ക് ചിലപ്പോൾ കാശ് കിട്ടുമായിരിക്കും കൂടുതൽ. കാശ് കിട്ടി ഞങ്ങളുടെ വീടൊക്കെ ഒന്ന് കാശ് കിട്ടിയാൽ മലയാളി ഉടനെ ചെയ്യണത് എന്താണ്? വീട് പൊളിക്കും. അല്ല പിന്നെ നല്ല വീടാണെങ്കിൽ അത് പൊളിക്കും. കാര്യം വെച്ചാൽ കാനഡയിൽ പോയവരും ഇംഗ്ലണ്ടിൽ പോണവരും ജീവിക്കണം എങ്ങനെയാണെന്ന് മലയാളിക്കറിയാം. ആ രീതി പൊളിച്ചിട്ട് അയൽവാസികൾ എവിടെയാണ് വിദേശത്ത് പോയിരിക്കുന്നത്, വിദേശ പൗരന്മാരെ പോലെ ഈ നാട്ടിൽ ജീവിക്കും. പിന്നെ അവസാനം എഴുതി വെക്കുകയും ചെയ്യും, ബിവെയർ ഓഫ് ഡോഗ്സ്. ഇതിന് വേണ്ടിയാണ് നീ ഉടമ്പടി എടുത്തിരിക്കുന്നത്. എന്തിനാണ്? നാട്ടുകാരെ വിട്ടി കയറ്റാതെ പട്ടി കൊണ്ട് സൂക്ഷിക്കരുതെന്ന് എഴുതി വെക്കാൻ വേണ്ടിയുള്ള അഭ്യാസം. അതും ദൈവത്തിന് അറിയാം. അതുകൊണ്ട് ആദ്യമേ തന്നെ ചെയ്യേണ്ട ഈ സാധനം പൊളിച്ചെഴുത്ത് വേണം ഇവിടെ. എന്താണ്? കർത്താവേ എന്താണെന്നല്ല, എനിക്ക് മര്യാദക്ക് നിൻ്റെ മകനാണ് ഞാൻ എലിക്കുഞ്ഞുമല്ല, ആട്ടുകുഞ്ഞുമല്ല, ആനക്കുഞ്ഞുമല്ല. എലിയാണെങ്കിൽ ഞാൻ മാളത്തിൽ താമസിച്ചാൽ മതിയായിരുന്നു, അല്ലേ? ആടാണെങ്കിൽ ഞാൻ ആലയിൽ താമസിച്ചാൽ മതിയായിരുന്നു, ആനയാണെങ്കിൽ ഞാൻ കൊട്ടിൽ താമസിച്ചാൽ മതിയായിരുന്നു. പക്ഷെ ഞാൻ മനുഷ്യനാണ്, നിൻ്റെ മകനാണ്, നിൻ്റെ മകളാണ്. ആ ഒരു മാന്യത ഞാൻ ജീവിക്കണം. അതാണ് നമുക്ക് ആവശ്യമായ സംഭവം. നമ്മളാണെങ്കിൽ കുടിലും ജീവിക്കാൻ ദൈവം ഉദ്ദേശിക്കണില്ല. പക്ഷെ അതല്ല പ്രശ്നം. എന്തുകൊണ്ടാണ് വേസ്റ്റ് റൂംസ് നമ്മുടെ വീടുകളിൽ ഉണ്ടാകണത്? വേസ്റ്റ് റൂംസ്, ആവശ്യമില്ലാത്ത മുറികൾ എന്തിനാണെന്ന് ആർക്കും അറിയാൻ പാടില്ല.
എന്തിനാണെന്ന് ആൾക്കറിയാൻ പറ്റില്ല. മുകളിലൊക്കെ സർവത്ര മുറികളാണ്. എന്തിനാണ്? ആ വീട്ടിൽ ആളുമില്ല. അവിടെ മക്കളൊക്കെ വിദേശത്ത് വേറെ വീട് വെച്ച് താമസിക്കുകയുണ്ട്, കോടികളുടെ വീട്ടിൽ. അവർ വല്ലപ്പം കൂടെ വരത്തുള്ളൂ, ഇനി വരുവാന്ന് പോലും അറിയാൻ പാടില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സമയത്ത് എവിടെയൊക്കെ ചെറിയ പെശക സംഭവിക്കുന്നുണ്ട്. നമുക്കുള്ള എല്ലാ മണിയും ഇങ്ങനെ, നമുക്കുള്ള സമ്പത്ത് മുഴുവനും, ഇപ്പോൾ ഗവൺമെൻറ് പോലും പട്ടിണിയില്ല. കാര്യം നമുക്കുള്ള സമ്പത്തെല്ലാം സ്വരുക്ക് കൂട്ടിയിട്ട് ഇങ്ങനെ ഡെഡ് മണി ആയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അവിടെ രാജ്യത്തിന് വികസനത്തിന് കൊടുക്കണില്ല. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പുതിയ പുതിയ സാമ്പത്തിക മനോഭാവങ്ങളുടെ പുതിയ പുതിയ സാമൂഹ്യ പാപങ്ങൾ ഉണ്ടാകുന്നുണ്ട്, സോഷ്യൽ സിൻസ്. അതായത് ആർക്കും, അപ്പം അതിൻ്റെ അകത്ത് ഒരു അംശം ഉണ്ടെന്ന് കുറച്ച് ആൾക്കാർക്ക് പണി കിട്ടുന്നതല്ലാതെ ദേശീയമായ നമ്മൾ ദേശത്തോടും നാടിനോടൊക്കെ ചെയ്യുന്ന രീതിയിലുള്ള ഈ നമ്മളുടെ ആളായ്മ വർദ്ധിക്കാൻ വേണ്ടി നമ്മൾ ഡെഡായി കളയുന്ന ദേശത്തിൻ്റെ നാഷണൽ വേസ്റ്റ്, ദേശീയമായിട്ടുള്ള വേസ്റ്റുകൾ, ഇതെല്ലാം ഒരു പാപത്തിൻ്റെ ലെവലിലാണ് ബൈബിൾ കാണുന്നത്. അത് ദേശീയ നഷ്ടം മാത്രമല്ല, സ്വകരാജ്യത്തിൻ്റെ നഷ്ടങ്ങളായിട്ട് വരുന്നത്. നിത്യതയെ അട്ടിമറിക്കുന്ന എല്ലാവിധ ആഗ്രഹങ്ങളെയും നമ്മൾ ദൈവതിരുസന്നിധി വിചാരണ ചെയ്യപ്പെടേണ്ടതാണ്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്നറിയാവോ? നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിലുള്ള ഇപ്പോൾ വരുന്ന മനുഷ്യന്മാരുടെ ഒരു പ്രശ്നം, എല്ലാവരും ഇങ്ങനെ രാജ്യം വിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യം വിട്ട് പോയിക്കൊണ്ടിരിക്കുന്നവർ അവിടെയും സമ്മർദ്ദത്തിലാണ്, ഇവിടെയും സമ്മർദ്ദത്തിലാണ്. അപ്പോൾ അസൂയയുടെ പുതിയ രൂപങ്ങൾ നാട്ടിലുണ്ടായിക്കൊണ്ടിരിപ്പുണ്ട്. അസൂയയുടെ, അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ പച്ച പിടിച്ച് വരുമ്പോൾ നമുക്ക് സ്വാഭാവിക അയൽവാസിക്കുണ്ടാകുന്ന, അയാൾ ഉടമ്പടി എടുത്താണെങ്കിലും അസൂയക്ക് പഞ്ഞമൊന്നുമില്ലല്ലോ. അതേ സംഭവം അസൂയയുടെ പുതിയ രൂപങ്ങൾ വരുന്നുണ്ട്. ഇത് ആധ്യാത്മികതയെ ശരിക്കും ബാധിക്കുന്നുണ്ട്. ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥനയൊക്കെ കാട്ടുതീയിൽ നമ്മൾ വെഞ്ചരിപ്പ് വെള്ളം ഒഴിക്കണ പോലുള്ള അവസ്ഥയാണ് ഇപ്പോൾ. എന്താ കാര്യം? ജനങ്ങളെ ഗ്രീഡിനെസ് വർദ്ധിക്കുന്നു, ജലസ്യ വർദ്ധിക്കുന്നു. അതുവെച്ച് ദൈവത്തിന് ജനങ്ങളെ സഹായിക്കാൻ പറ്റാത്ത രീതിയിൽ ജനങ്ങൾ മറ്റൊരു രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആന്തരിക സമാധാനം നഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന ആൾക്കാർക്ക്, എന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു മിനിമം. ഇപ്പോൾ ശാന്തകുമാരി എന്ന് പറഞ്ഞൊരു മോള് സാക്ഷ്യം പറഞ്ഞു, കടത്തുരുത്തി നിന്ന് 600 മംഗല. ശാന്തകുമാരിയുടെ ഉടമ്പടി പെട്ടെന്ന് കത്തിയത് കത്തിയെന്ന് വെച്ചാൽ ശാന്തകുമാരി അനാവശ്യമായിട്ടൊന്നും ചോദിച്ചിട്ടില്ല. അതാണ് വിഷയം. ശാന്തകുമാരി ഈ പെട്ടെന്ന് കത്തണ ഉടമ്പടിയിലുള്ള പ്രത്യേകത എന്താ, അതിനകത്ത് അനാവശ്യ കാര്യങ്ങൾ ഉൾപ്പെടുത്താതിരുന്നാൽ, ആഡംബര കാര്യങ്ങൾ ഉൾപ്പെടുത്താതിരുന്നാൽ ഉടമ്പടി പെട്ടെന്ന് കത്തും. കാര്യം എന്താണ്? ഉടമ്പടി വർക്ക് ചെയ്യണത് AI മെത്തേഡിലാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആദ്യം കണ്ടുപിടിച്ചത് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ അകത്താണെന്ന് തോന്നുന്നത്. അതായത് ഈ മത്തായിയുടെ 6:33. കാര്യം നിങ്ങൾ ആദ്യം ദൈവരാജ്യത്തെയും അതിന് നീതിയെയും കുറിച്ച് അന്വേഷിച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ടാണ് സംഭവം വർക്ക് ചെയ്യണത്. അതിനുവേണ്ടി പ്രത്യേകം വർക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഇറ്റ് ഈസ് പ്രോഗ്രാംഡ്. നിങ്ങൾ വീട് വേണം, കാറ് വേണം, മക്കളെ ഇംഗ്ലീഷ് മീഡിയം പഠിപ്പിക്കണമെന്ന് പ്രത്യേകം ഇനം തിരിച്ച് ദൈവത്തോട് പറയേണ്ട ആവശ്യമില്ല. എന്താണ്? ആദ്യം നിങ്ങൾ ദൈവരാജ്യത്തെയും അതിൻ്റെ നീതിയെയും കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ട്, ലൈഫൊന്ന് പ്രോഗ്രാം ചെയ്താൽ മതി. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പ്രവർത്തനം പോലെ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവം ആവശ്യമുള്ള സ്ഥലത്ത് കൊണ്ടുപോവുകയും നിറവേറ്റുകയും ചെയ്യും. അതാണ് ഈശോ പറഞ്ഞത്, നിങ്ങൾ ആദ്യം ദൈവരാജ്യത്തെക്കുറിച്ച് അന്വേഷിക്കണം, ബാക്കിയുള്ളത് ഓട്ടോമാറ്റിക്കാണെന്ന്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. സന്തോഷത്തോടെ പ്രാർത്ഥിക്കുക. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പ്രാർത്ഥിക്കുക. കർത്താവേ, അങ്ങയുടെ വചനങ്ങള് ജീവിത ബന്ധിയായി അങ്ങ് നൽകുമ്പോഴ് അത് അംഗീകരിക്കുവാനും നടപ്പിൽ വരുത്തുവാനും ദൈവ പൈതലിന്റെ സ്വർഗീയ വാഗ്ദാനങ്ങൾക്ക് അർഹനാകുവാനും എന്നെ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ട ശാന്തകുമാരിയുടെ പ്രശ്നം എന്താണെന്നറിയാവോ? ശാന്തകുമാരിക്ക് പല പ്രശ്നങ്ങളാണ്. ഈ ക്ലേശങ്ങളെ കൊണ്ട് കുറേ ക്ലേശങ്ങളാണ്. ഒന്ന്, ഇവർ കടത്തുരുത്തി 600 മംഗലം ഉൾനാട്ടിലുള്ള ആളാണ്. അവരുടെ സ്ഥലത്ത് വെള്ളമില്ല. അതാണ് ഒരു പ്രശ്നമാണ്. സ്ഥലമല്ല, അറിയാമല്ല, ഫെബ്രുവരി ആകുമ്പോൾ വെള്ളം വറ്റി പോകും.
ആ വീട്ടിലോട്ട് വഴിയില്ല. രണ്ടാമത്തെ പ്രശ്നം, വെള്ളം വല്ലയിടത്തും പോയി കോരാന്ന് വെച്ച് കഴിഞ്ഞാൽ വഴിയില്ല. വെള്ളം വിലക്ക് വാങ്ങിക്കാമെന്ന് പറഞ്ഞാൽ വണ്ടി അവിടെ വന്ന് നിൽക്കത്തില്ല. വല്ലയിടത്തും വണ്ടി വന്ന് നമ്മൾ ചുമന്നുകൊണ്ട് വരണം വെള്ളം. ശാന്തകുമാരി ഒറ്റക്ക, മക്കളുണ്ട്, കല്യാണം കഴിച്ച് വിട്ടിട്ടുണ്ട്. അതുങ്ങളൊന്നും ഈ വീട്ടിൽ തിരിച്ചു വരത്തില്ല. അമ്മയോട് ഭയങ്കര ഇഷ്ടമൊക്കെയാണ്, പക്ഷെ അവരാരും വരത്തില്ല വീട്ടിലോട്ട്. മൂന്നാമത്തെ പ്രശ്നമാണ്. എന്താ വരാത്ത കാര്യം? മക്കൾ വരാത്ത 2 കാര്യങ്ങൾ, 3 കാര്യങ്ങൾ. അപ്പം നേരിച്ച് മരിച്ചു പോയെന്ന് തോന്നുന്നു. അമ്മ മാത്രമേ ഉള്ളൂ. എന്നിട്ട് പോലും ആ അമ്മയെ തിരക്ക്. അമ്മയോട് മക്കൾക്ക് ഇഷ്ടമാണെങ്കിലും പെമ്മക്കളാണെങ്കിലും വരാൻ പറ്റണില്ല അവർക്ക്. അവർ പറഞ്ഞ അമ്മ ഈ വീട്ടിൽ വരുമ്പോൾ എന്തോ നെഗറ്റീവ് എനർജിയാണ്. 4ാമത്തെ പ്രശ്നം. പിള്ളേരിപ്പോൾ പഠിച്ചപ്പോഴേ നെഗറ്റീവും പോസിറ്റീവൊക്കെ അറിയാമല്ലോ അവർക്ക്. അപ്പോൾ ഇവർ പറയണത് ഇപ്പോൾ നെഗറ്റീവ് എനർജിയാണെന്നാണ് പറയണത് ഇതിൻ്റെ അകത്ത്. ഇപ്പോൾ വെള്ളമില്ല, വഴിയില്ല, വീട്ടിൽ വരാൻ പറ്റണില്ല, നെഗറ്റീവ് എനർജിയാണ്. ഇതൊന്നുമല്ല, എവിടെ നോക്കിയാലും മൂർഖം പാമ്പ്. 4ാമത്തെ പ്രശ്നം. അപ്പോൾ ശാന്തകുമാരൻ മടുത്തു ജീവിതം. ഇവിടുത്തെ ആരും ഇത് 5ാമത്തെ പ്രശ്നം എന്താ അറിയാമോ? വിറ്റ് ചുട്ട് പോകാമെന്ന് വിചാരിച്ചാൽ ആരും എടുക്കാനും ഇല്ല. 6ാമത്തെ പ്രശ്നങ്ങൾ ഒരു ഒറ്റ വ്യക്തി ഒരു കുടുംബത്തിൽ ആരും സഹായമില്ലാതെ അനുഭവിക്കുന്ന 6 പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇവൾ ഉരുകിത്തീർന്ന് എന്തിനും ജീവിക്കണം. അവസാനം ശാന്തകുമാരൻ പറയണേ, ആദ്യമൊക്കെ മുറുകപാമ്പൊക്കെ വരുമ്പോഴേ എപ്പോഴും വരും പാമ്പ്, പല സ്ഥലത്തും പാമ്പാണ്. അപ്പോൾ ഞങ്ങൾക്ക് പേടിയായി. അവസാനം ഞാൻ നാട്ടുകാരെ വിളിച്ച് തല്ലിക്കൊല്ലാൻ തുടങ്ങിയെന്ന്. പാമ്പ് വന്നതെന്ന് പറയുമ്പോൾ ഞാൻ കിടന്ന് ആൾക്കാർ വന്ന് തല്ലിക്കൊല്ലും. അവസാനം ആൾക്കാർ പറയും തല്ലിക്കൊന്ന് ആൾക്കാർ മടുത്ത്. ഇവിടെ കാറ് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർ നാട്ടിൽ നിന്ന് ഓടിക്കുകയാണ്. അവർ മടുത്ത് പിന്നെയും പാമ്പ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ പറയണത് ഞാൻ തന്നെ അവസാനം ധൈര്യം അവലംബിച്ച് എനിക്ക് ജീവിക്കണ്ടേ, ഞാൻ തന്നെ തല്ലിക്കൊല്ലാൻ തുടങ്ങിയെന്ന്. എന്നിട്ട് പാമ്പ് തീരണില്ല. ഞാൻ അങ്ങനെ ഇരിക്കേണ്ട സമയത്താണ് പറഞ്ഞത്, മാതാവിനെ കണ്ടാൽ എല്ലാം തീരുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവിടെ നിന്ന് ഉടമ്പടി പുതുക്കാൻ പോകുന്ന ആൾക്കാരുടെയൊക്കെ കൂടെ കയറിപ്പോന്നു വെച്ച് കഴിഞ്ഞാൽ അവർ ഇറങ്ങിയപ്പോൾ തന്നെ അവിടെ മനസ്സിൽ അമ്മയെ കാണണമെന്ന്, ഉടമ്പടി എടുക്കണമെന്ന് അവർ തീരുമാനിച്ചപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി എന്തോ അമ്മ ചെയ്യാൻ പോകുന്നുണ്ടെന്ന്. അതങ്ങനെയാണ് ഇവിടെ എന്താ ആ രീതി. അതാണ്, നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ തീരുമാനം എടുക്കുമ്പോൾ തന്നെ അടയാളങ്ങൾ തുടങ്ങും, നമുക്ക് ആന്തരികമായ ബോധ്യം കിട്ടും. നിങ്ങൾ സത്യസന്ധരല്ലെങ്കിൽ ഉടമ്പടി 3 പ്രാവശ്യം പുതുക്കിയാലും അമ്മ അനങ്ങത്തില്ല. കാര്യം സത്യസന്ധ അല്ലെന്ന് അറിയാം. അത് ഭയങ്കര സീരിയസ് വിഷയമാണ്. നിങ്ങൾ സത്യസന്ധരാണ്, നീ വിഷയം ഇപ്പം നിങ്ങൾ പറയാം ഉടമ്പടി നാത്തൂനും ആൻറ്റിയും കുഞ്ഞമ്മയൊക്കെ എടുത്തില്ലേ, എന്നാൽ പോയി നോക്കിയൊക്കെ ആലപ്പുഴ. ഇനിയിപ്പോൾ നമ്മളായിട്ട് പോകാഞ്ഞിട്ട് ആരെങ്കിലും കിട്ടാതിരിക്കണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അങ്ങനെ സത്യസന്ധരല്ലാത്ത ആൾക്കാർ ഉടമ്പടി എടുക്കുന്നുണ്ട്. എന്ന് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഉടമ്പടി എടുത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് അനുഗ്രഹം കുറഞ്ഞു പോകണമെന്ന് പറഞ്ഞാൽ എന്നെ വട്ടിയും കൊട്ടയും എടുത്തുകൊണ്ട് ഉടമ്പടി എടുക്കാൻ വരും. സത്യസന്ധരല്ല, പുതുക്കലും രക്ഷപ്പെടത്തില്ല. നിങ്ങൾ ആ ഉടമ്പടിയുടെ കറക്റ്റ് കാര്യങ്ങൾ സത്യസന്ധമായിട്ട് ഒന്നാമത്തെ ആ ഉടമ്പടി എഴുതിയിരിക്കണതെല്ലാം നിങ്ങളുടെ അത്യാവശ്യ കാര്യങ്ങളായിരിക്കണം. അല്ല ആഡംബരം എഴുതിയാൽ വർക്കൗട്ട് ചെയ്തില്ല ഈ സംഭവം. ആഡംബരം എഴുതിപ്പോയാൽ ഇത് ആൾ കളിക്കാൻ വേണ്ടിയാണെന്നും അഹങ്കാരത്തിൻ്റെ വിത്താണ് ഈ വന്നിരിക്കണമെന്നും ഇത് ദൈവത്തിന് പ്രയോജനപ്പെടുത്തില്ലെന്നും അവർക്ക് അഭ്യാസം കാണിക്കാൻ വേണ്ടിയുള്ള അഭ്യാസ വിശ്വാസിയാണെന്ന് ദൈവത്തിന് അറിയാവുന്ന കാരണം ദൈവം അടുക്കത്തില്ല. ദൈവം സത്യത്തിൻ്റെ ദൈവമായത് കാരണം അടുക്കത്തില്ല. ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിയോഗങ്ങൾ എഴുതുമ്പോൾ അതിൻ്റെ അത്യാവശ്യം ആവശ്യം ഓക്കെയാണ്. ആഡംബരങ്ങളുണ്ടോ എന്ന് നോക്കണം. അത് നോക്കണം. ആഡംബരങ്ങളുണ്ടെങ്കിൽ എഴുതാതിരിക്കണം എപ്പോഴും നല്ലത്. ആഡംബരങ്ങളുടെ കാര്യങ്ങൾ എഴുതാതിരിക്കണം നല്ലത്. ശാന്തകുമാരി എന്ന് പറയുമ്പോൾ മനസ്സിൽ ചെന്നിട്ട് ആദ്യം പറഞ്ഞാൽ എന്താ അറിയാമോ? ആദ്യം അമ്മയോട് പറയണം എൻ്റെ കിണറ്റിൽ വെള്ളം വേണം, ജീവിക്കണ്ടേ, കുടിക്കണ്ടേ, മനുഷ്യൻ ജീവിക്കണ്ടേ. അതാണ്. അപ്പോൾ അത്യാവശ്യമല്ലേ അത്. പിന്നെ അമ്മയോട് പറയണേ പാമ്പിനെ ഒന്ന് ഓടിച്ചു തരണം, ഇവിടെ എനിക്ക് ഒറ്റക്കാണെങ്കിൽ ജീവിക്കണ്ടേ. പിന്നെ ഒരു വഴി, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഇവർ പറയണത്. വലിയ അത്യാവശ്യ കാര്യങ്ങളാണ്. അപ്പോൾ അവർ ഇറങ്ങിയപ്പോൾ തന്നെ അമ്മ അപ്പം തന്നെ ഫയലിൽ ഒപ്പിട്ട സംഭവം അവർക്ക് ബോധമുണ്ടായി. അവർക്ക് ഇതിനെക്കുറിച്ച് നല്ല ആത്മവിശ്വാസം ഉണ്ടായി. അവരെന്താണെന്ന് വെച്ചാൽ അവർ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ചെരുപ്പ് വണ്ടിയെ തന്നെ ഇട്ട്. അപ്പോൾ ശാന്തകുമാരി അത് വേറെ ആളാണ് ശരിക്കും പറഞ്ഞാൽ. അവർ വണ്ടിയെ തന്നെ ചെരുപ്പ് വെച്ചു. എന്താ, ഞാൻ പോണത് എവിടെയാണെന്ന് അവർക്ക് നല്ല ബോധമുണ്ട്. അവർക്ക് ഞാൻ ഏത് സംഗീതത്തിലേക്കാണ്, ഏത് സാങ്ച്വറിയിലേക്കാണ് പോകുന്നതെന്നുള്ളത് അവർക്ക് ബോധമുണ്ട്. ചെരുപ്പ് വണ്ടിയെ വെച്ചപ്പോൾ തന്നെ ഡ്രൈവറിന് പെശകാണെന്ന് മനസ്സിലായി. ഡ്രൈവർ അവിടെ നിന്നും പറഞ്ഞ് ഉടമ്പടി പുതുക്കുന്നുള്ള വണ്ടിയാണിത്, പുതുക്കാനുള്ള ഇന്ന് പുതുക്ക് മാത്രമേ നമ്മൾ ചെയ്യത്തുള്ളൂ, നിങ്ങൾ പുതുക്കിട്ട് പെട്ടെന്ന് പോരുക,
ഉടമ്പടി എടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ശാന്തകുമാരി ചെരുപ്പ് വെച്ചുകൊണ്ട് ഡ്രൈവർ കണ്ട് മനസ്സിലാക്കിയിട്ട് ഇന്ന് ഇവിടുന്ന് പോരാൻ പറ്റുകയില്ല, എങ്ങനെ 5 മണിക്കൂർ കഴിയുമല്ലോ എന്ന്. പുതുക്കുകയാണെങ്കിൽ 2 മണിക്കൂർ കൊണ്ട് പോരാൻ പറ്റുമോ? പുതുക്കുന്നവരുടെ വണ്ടിയായിരുന്നു അത്. അതിന്മേലാണ് ഇപ്പോൾ ഉടമ്പടി എടുക്കുന്ന ആൾ കയറിയിരിക്കുന്നത്. ചെരുപ്പകത്ത് വെച്ചപ്പോൾ തന്നെ ശാന്തകുമാരി കിടന്ന് തന്നെ മനസ്സിലായി. അപ്പോൾ ഡ്രൈവർ സ്വരത്തിൽ പറഞ്ഞു, ഇന്ന് എടുക്കൽ നടക്കത്തില്ല, പുതുക്കൽ നടക്കത്തുള്ളൂ. അപ്പോൾ ശാന്തകുമാരി പോയി ചെരുപ്പ് തിരിച്ചെടുത്തുകൊണ്ട് പോകുന്നു. എന്താ കാര്യം? നിങ്ങൾ പോയിക്കോ, ഞാൻ അമ്മയുടെ അടുത്ത് ഉടമ്പടി ചെയ്യാൻ വന്നതാണ്, ഒറ്റക്കാണെങ്കിലും ഞാൻ ചെയ്തിട്ട് വന്നോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ നിലപാട് മാറിയില്ലേ? ഒന്നായില്ലേ? ഒറ്റക്കാണെങ്കിൽ അവർക്ക് അറിയത്തില്ല വഴിയൊന്നും. 700 രൂപയാണ് അവിടെ നിന്ന് ഇവിടം വരെ ഡ്രൈവർ വാങ്ങിക്കുന്നത്. ആ പൈസ പോയാലും തിരിച്ച് രാത്രിയായാലും ഉടമ്പടി എടുത്തിട്ട് പോകാം എന്ന് പറഞ്ഞു. അപ്പം തന്നെ സത്യത്തിൻ്റെ ഒരു കണിക അവിടെ ഉണ്ട്. ചില ആൾക്കാർ ആദ്യമേ തന്നെ വന്ന് ഓഫീസിൽ ചോദിക്കും, എത്ര സമയമാകും? അപ്പോൾ ഓഫീസിൽ നിന്ന് പറയും 4 മണിക്കൂർ ആകത്തുള്ളൂ, 5 മണിക്കൂർ ആകുമെന്ന് പറയും. കാര്യം ചോദിക്കുന്നവരോട് 1 മണിക്കൂർ കൂട്ടിയേ പറയത്തുള്ളൂ. എന്താ കാര്യം? ഈ പണ്ടാര ഇവിടുന്ന് പോയി കിട്ടണം, അതുകൊണ്ടാണ്. വേറെ പ്രശ്നമൊന്നുമില്ല. സമയം ചോദിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കും ഉടമ്പടി എടുക്കാൻ വന്നതല്ല, പുള്ളി വേറെ എന്തോ അഭ്യാസത്തിന് വന്ന വഴിക്ക് ഇതിനകത്ത് കയറി നോക്കിയതാണ്. അപ്പോൾ 4 മണിക്കൂർ ആകത്തുള്ളൂ. അങ്ങനെ ഓഫീസിൽ നിന്ന് പറയും 5 മണിക്കൂർ ആകുമെന്ന് പറയും. വണ്ടി വിട്ടേക്കാൻ അതിൻ്റെ അർത്ഥം, അളിയൻ വണ്ടി വിട്ടേക്കാൻ എൻ്റെ അർത്ഥം. വേറെ സംഭവമൊന്നുമില്ല, വണ്ടി വിട്ടേ പോയിക്കൊള്ളാം, ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. ഇത് സത്യസന്ധമായിട്ട് ദൈവത്തെ അന്വേഷിക്കുന്നവർ, അതിനുവേണ്ടി അർപ്പണ മനോഭാവത്തോടുകൂടി ദൈവത്തെ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഇടമാണ്, കാഴ്ചക്കാർക്കും സന്ദർശകർക്കും വേണ്ടിയുള്ള സ്ഥലമല്ല എന്നുള്ളതാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഇതുവരെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പോയിട്ടുള്ളവരെ, ഉടമ്പടി എടുക്കാൻ ആഗ്രഹിക്കുന്നവരെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു.